നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാൻ സാലി അൽ അരൂരി, അൽ ഖസാം ബ്രിഗേഡ് തലവന്മാരായ സമീർ ഫെൻഡി, അസം അൽ ഖാര എന്നിവരുടെ കൊലപാതകം ഇസ്രായേലിന്റെ ഭീരുത്വം നിറഞ്ഞ ആക്രമണമാണെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ ചെയർമാൻ ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി. ഇസ്രായേലിന്റേത് സമ്പൂർണ്ണമായ തീവ്രവാദ പ്രവർത്തനവും ലെബനാന്റെ പരമാധികാരത്തിന്മേലുള്ള ലംഘനവുമാണെന്ന് ഹനിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാസികളായ ഇസ്രായേൽ ഈ ഹീനമായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കുന്നു. പലസ്തീനും അൽ ഖുദ്സിനും അൽ അക്സ മസ്ജിദിനും വേണ്ടി രക്തസാക്ഷികളായ അൽ അരൂരി എല്ലാ മേഖലകളിലും രംഗങ്ങളിലും പ്രവർത്തിച്ച വ്യക്തിത്വമാണെന്ന് ഹമാസ് മേധാവി ഊന്നി പറഞ്ഞു. നേതാക്കളെയും സ്ഥാപകരെയും രക്തസാക്ഷികളായി ബലിയർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കലും പരാജയപ്പെടില്ല. മറിച്ച് അത്തരം സംഭവങ്ങൾ അതിനെ ശക്തിപ്പെടുത്തുകയും ചെറുത്തുനിൽപ്പും വഴങ്ങാത്ത നിശ്ചയദാർഢ്യവും നൽകുകയും ചെയ്യുമെന്ന് ഹനിയ പറഞ്ഞു. സാലി അൽ അരൂരിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും ശുദ്ധരക്തം ഗാസ മുനമ്പിലെയും വെസ്റ്റ് ബാങ്കിലെയും നമ്മുടെ ജനങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് രക്തസാക്ഷികളുടെ രക്തവുമായി ലയിച്ചെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെയും ഗാസ മുനമ്പിലെയും ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുകയും ഒക്ടോബർ 7 തൂഫാൻ അൽ അക്സ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ നേതാവായിരുന്നു സാലി അൽ അരൂരി എന്ന് ഹമാസ് അനുശോചിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് അൽ അരൂരി കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനു ശേഷം മറ്റു രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുന്ന ഹമാസിന്റെ പ്രധാന നേതാവാണ് സാലി അരൂരി. ഹമാസ് സേനയുടെ സ്ഥാപകരിൽ ഒരാളായ സലാഹിനായിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പ്രവർത്തനങ്ങളുടെ നേതൃത്വം. യുദ്ധത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന നേതാവാണ് സാലി. രാജ്യത്തിനെതിരെയും പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കുമെന്ന് IDF അറിയിച്ചിട്ടുണ്ട്. ലെബനന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഈ തിരിച്ചടി ഹമാസിന് നൽകിയിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിനും പ്രതിരോധത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സജ്ജമാണെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗേരി പറഞ്ഞു. സലാഹ് അൽ അരൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള രംഗത്തെത്തിയിട്ടുണ്ട്.